ഗൂഗിൾ പേയിൽ 600 രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് വേണോ? അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ. അതായത് നിലവിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ പേയിൽ ടെസ്റ്റ് ഷോട്ട് എന്ന് പറയുന്ന ഒരു കോൺടെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇതിൽ ഒരു ഓപ്ഷൻ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 600 രൂപ ഈ ഒരു കോൺടെസ്റ്റ് കഴിയുന്ന ദിവസം ലഭിക്കുന്നതായിരിക്കും. അതായത് ഒന്നുമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ജസ്റ്റ് ചലഞ്ച് ചെയ്തിട്ട് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 600 രൂപ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 100% എൻ്റെ കയ്യിൽ പ്രൂഫ് ഉണ്ട്. കാരണം ഞാൻ എൻ്റെ 5 ഫ്രണ്ട്സിനെ ഞാൻ ഇതുപോലെ ചലഞ്ച് ചെയ്തിട്ട് 500 രൂപ വരെയുള്ള ചലഞ്ച് ഞാൻ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിൻ ചെയ്ത മണിയും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഒരു കോൺടെസ്റ്റ് കഴിയുമ്പോഴാണ് ലഭിക്കുക. പക്ഷേ നിലവിൽ അത് എത്രത്തോളം നമ്മൾക്ക് ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഓപ്ഷനിൽ ചെന്നാൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതായത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആ ഒരു കോൺടെസ്റ്റിന്റെ ഉള്ളിൽ കയറിയിട്ട് ചലഞ്ച് ഫ്രണ്ട് കൊടുക്കുക. അതിനുശേഷം അവർ ഗൂഗിൾ പേയിലുള്ള അവരുടെ പേഴ്സണലായിട്ട് അവർക്ക് ആ ഒരു മെസ്സേജ് ഒന്ന് അയച്ചു കൊടുക്കുക. അവർ അവിടെ നിന്ന് ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾക്ക് ഈ ഒരു ചലഞ്ചിലോട്ട് എൻ്റർ ആവുക. അപ്പോൾ എൻ്റർ ആയിട്ട് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഈ ഒരു ടെസ്റ്റ് ഷോട്ട് കളിക്കുന്ന സിക്സും കാര്യങ്ങളൊക്കെ അടിക്കുക. എത്രത്തോളം കൂടുതൽ സ്കോർ ചെയ്യുന്നോ അതിന്റെ കുറവാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് സ്കോർ ചെയ്യുന്നെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് ലഭിക്കാനായിട്ട് പോകുന്നത്. അതായത് ഈച്ച് ഫ്രണ്ട്സിന് 100 രൂപ വെച്ചിട്ടാണ് കിട്ടുക. മാക്സിമം നിങ്ങൾക്ക് 600 രൂപയായിരിക്കും. അതായത് നിങ്ങൾക്ക് 6 ഫ്രണ്ട്സിനെ വരെ ഈ ഒരു ചലഞ്ചിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ മാക്സിമം നിങ്ങൾ വളരെ സ്കില്ല് കുറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക. അതിനുശേഷം ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ മാക്സിമം ഒരു 5 10 20 സിക്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് സ്കോർ ചെയ്യുകയാണെങ്കിൽ ഇത് ലഭിക്കാനുള്ള ചാൻസ് നിങ്ങൾക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് ചെറിയൊരു ട്രിക്കാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും. അതുമാത്രമല്ല വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.